വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവജനം വിശുദ്ധരായിരിക്കണം എന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രധാന ഉപദേശമാണ്. 1 പത്രോസ് 1:16 വായിക്കുന്നത്, ദൈവം വിശുദ്ധനാകിയാൽ നാമും വിശുദ്ധരായിരിക്കണം. ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി. ദൈവം വിശുദ്ധനാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസവും ഇതുതന്നെയാണ്. ദോഷം കണ്ടുകൂടാതവണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവന് നമ്മളുടെ ദൈവം. ഹബക്കൂക്ക് 1:13. ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ കൽപ്പന ശബത്തുനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന. തുടർന്ന് ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, നിങ്ങൾ എനിക്ക് വിശുദ്ധർ ആയിരിക്കണം. യു ഷാൽ ബി ഹോളി ഫോർ മീ. ലേവ്യപുസ്തകം 20:26. ജാതികളിൽ നിന്ന് ദൈവജനത്തെ വേർതിരിക്കുന്നത് അവരുടെ വിശുദ്ധ ജീവിതം കൊണ്ടാണ്. ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യ ജീവിതം വിശുദ്ധമായിരിക്കണം എന്നാണ്. ക്രിസ്ത്യൻ ലൈഫ് മസ്റ്റ് ബി ഹോളി. മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നത് സത്യത്താൽ ജനത്തെ വിശുദ്ധീകരിക്കണം എന്നാണ്. യോഹന്നാൻ 17:17. ദൈവവും ഇസ്രായേൽ ജനവും തമ്മിൽ ചെയ്ത ഒരു ഉടമ്പടിയുടെ പുതുക്കൽ ആണ് ആവർത്തനം 7:1 മുതലുള്ള വാക്യങ്ങൾ. ഈ ഉടമ്പടി പുതുക്കലിന് ദൈവത്തിന് വ്യക്തമായൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അതായത് ആത്മീകവും ധാർമ്മികവുമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു ആരാധനാ സമൂഹത്തെ വാർത്തെടുക്കുക. ഇവിടെ നിന്നും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് 2 ചിന്തകൾ ലഭിക്കുന്നുണ്ട്. ഒന്ന്, വി ആർ മെയ്ഡ് ഹോളി ബൈ ഗോഡ്. നാം ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ആവർത്തനം 7:6 വാക്യത്തിൽ വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനം ആകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമാകേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും ആണ്. ആവർത്തനം 7:8. ദൈവം അവരെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം സ്നേഹമാണ്. മിസ്രൈമിൽ നിന്നുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതൽ അവരോടുള്ള സ്നേഹം നിമിത്തമായിരുന്നു. ഈ സ്നേഹമാണ് പുറപ്പാട് 3:7 എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു എന്ന ദൈവത്തിൻ്റെ വാക്കുകളിൽ കാണുന്നത്. ദൈവം നമ്മുടെ എല്ലാ കഷ്ടതകളും കാണുന്നു. അത് നമുക്ക് നൽകുന്ന സന്തോഷ അനുഭവം ആണ്. ഗോഡ് നോസ് ഓൾ അബൌട്ട് അവർ സഫറിങ്സ്. അതേ, നമ്മുടെ സകല കഷ്ടതയും വേദനയും കാണുകയും അറിയുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ പദവികളെ, സ്ഥാനമാനങ്ങളെ, സമ്പത്ത് ഇവയൊന്നും കണ്ടുകൊണ്ടല്ല അവൻ നമ്മെ സ്നേഹിച്ചത്. ആ ദിവ്യമായ സ്നേഹമാണ് കാൽവരി കുരിശിൽ നാം കാണുന്നത്. ജീവൻ നൽകിയുള്ള സ്നേഹം. 1 യോഹന്നാൻ 3:1 വായിക്കുന്നത്, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് തന്നിരിക്കുന്നത്. അതായത് സ്വന്തം പുത്രനെ യാഗമായി നൽകി നമ്മെ സ്നേഹിച്ച ദൈവ സ്നേഹം. ആ സ്നേഹത്തിന് പാത്രരാകുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. അതേ, നാം ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. 2, വി ആർ മെയ്ഡ് ഹോളി ഫോർ ഗോഡ്. നാം ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാൽ വളരെ സൂക്ഷ്മതയോടുകൂടി നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. ആവർത്തനം 7 സൂക്ഷിക്കേണ്ടുന്ന 3 സംഗതികൾ ഓർപ്പിക്കുന്നുണ്ട്. 1, അന്യദൈവങ്ങളെ ആരാധിക്കുന്നവരുമായി സംസർഗം കൂടി വിശുദ്ധ ജനം എന്ന പദവി നഷ്ടപ്പെടുത്തരുത്. 7-3-4 വാക്യങ്ങൾ. 2, വിശുദ്ധ പദവി നഷ്ടപ്പെടുവാൻ കാരണമാകുന്ന ബലിപീഠങ്ങളെയും ബിംബങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും തീയിൽ ഇട്ട് ചുട്ടുകളയണം. 7:5 വാക്യം. 3, നിങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന ചട്ടങ്ങൾക്കും കൽപ്പനകൾക്കും അനുസരണമായി ജീവിക്കുകയും യഹോവയായ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ജനമായിരിക്കണം. 7:10.
ഇസ്രായേൽ ജനത്തിന് നൽകിയ അതേ കൽപ്പന തന്നെയാണ് ഇന്ന് നമുക്കും ദൈവം നൽകിയിരിക്കുന്നത്. ഞാനും നീയും ദൈവത്തിന് വിശുദ്ധരാണ്. അതുകൊണ്ട് വിശുദ്ധ ജനം എന്ന പദവി നഷ്ടപ്പെടുത്തരുത്. വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ പങ്കുചേരാതെ ദൈവത്തെ മാത്രം സ്നേഹിച്ച് ആരാധിക്കുന്നവർ ആയിത്തീരണം. നാം ജീവിക്കുന്ന ഈ ലോകം പാപത്താൽ നിറയപ്പെട്ടതാണ്. ഈ ലോകത്തിൻ്റെ പാപത്താൽ സ്വാധീനിക്കപ്പെട്ട് വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ നാം സൂക്ഷ്മതയുള്ളവർ ആയിരിക്കണം. ജഡത്തിൻ്റെ എല്ലാ പ്രവൃത്തികളെയും ഉപേക്ഷിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത തുടങ്ങി ആത്മാവിൻ്റെ എല്ലാ ഫലങ്ങളും നമ്മിൽ നിന്ന് പുറത്തു വരട്ടെ. എന്തുകൊണ്ടെന്നാൽ നാം വിശുദ്ധനായി ദൈവത്തിനു വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളാണ്. കർത്താവേ, നിന്നാൽ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവജനമായി നിന്നെ മാത്രം സ്നേഹിച്ച് ആരാധിപ്പാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആമേൻ. Isha